കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിക്കൊപ്പം തന്നെ ആവർത്തിച്ച് ജോസ് കെ മാണി. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനൈകം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിക്ക് ഒപ്പം തന്നെ ആവർത്തിച്ച് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി. പാർട്ടി ഇടതുമുന്നണിക്കൊപ്പം എന്ന് പലവട്ടം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഒഴിവാക്കാനാവാത്ത ചില സ്വകാര്യ ആവശ്യങ്ങൾ ഉള്ളതിനാലാണ് കേരളത്തിന് പുറത്ത് ഇപ്പോൾ യാത്ര ചെയ്യേണ്ടി വരുന്നത്. ഇക്കാരണത്താലാണ് തിരുവനന്തപുരത്തെ ഇടതുമുന്നണി സംഘടിപ്പിച്ച സമരപരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത്. ഈ വിവരം മുന്നണി നേതാക്കളെ മുൻകൂർ അറിയിച്ചിട്ടുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തിരി തെളിയും. 18 വരെ 25 വേദികളിലായി 250 ഇനങ്ങളിൽ 11,000-ഓളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. കൗമാര കലാമേളയുടെ ഉദ്ഘാടനം നാളെ രാവിലെ 10 മണിക്ക് തേക്കിൻകാട് മൈതാനിയിലെ എക്സിബിഷൻ ഗ്രൗണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. രാവിലെ 9 മണിക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ് പതാക ഉയർത്തുന്നതോടെ കലോത്സവത്തിന് ഔദ്യോഗിക തുടക്കമാകും. കേരളത്തിന്റെ വികസന മാതൃക ലോകത്തിന് നൽകുന്നത് വലിയ സന്ദേശമാണെന്ന് മുൻ മൗറീഷ്യസ് പ്രസിഡന്റും ശാസ്ത്രജ്ഞയുമായ ഡോക്ടർ അമീന ഗുരീബ് ഫക്കീം. മൗറീഷ്യസും കേരളവും തമ്മിലുള്ള സമാനതകളെക്കുറിച്ചും അവർ പറഞ്ഞു. വൈവിധ്യമാണ് കേരളത്തിന്റെ വികസനത്തിന്റെ അടിത്തറ. വൈവിധ്യം ഒരു ഭാരമല്ല, മറിച്ച് കരുത്താണെന്നും അവർ പറഞ്ഞു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ കേരളം കൈവരിച്ച നേട്ടം മികച്ച മാതൃകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. കേരള നിയമസഭാ പുസ്തകോത്സവത്തിന്റെ ഭാഗമായി നടന്ന KLIBF ഡയലോഗ് സെഷനിൽ സംസാരിക്കുകയായിരുന്നു അവർ. കേന്ദ്ര സർക്കാരിനെ വീണ്ടും പ്രകീർത്തിച്ച് കോൺഗ്രസ് നേതാവും MP-യുമായ ശശി തരൂർ. മോഡി സർക്കാരിന്റെ മാവോയിസ്റ്റ് വേട്ടയെ പ്രകീർത്തിച്ചാണ് തരൂരിന്റെ ലേഖനം. അമിത്ഷായുടെ പേരെടുത്തു പറഞ്ഞും പ്രശംസയുണ്ട്. കേരളത്തിലടക്കം നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെയാണ് കേന്ദ്ര സർക്കാർ നടപടികളെ പിന്തുണച്ച് തരൂരിന്റെ ലേഖനം വരുന്നത്. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ 3 ദിവസത്തെ SIT കസ്റ്റഡിയിൽ വിട്ട് കോടതി. തിരുവല്ല 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. ജനുവരി 15-ന് കോടതിയിൽ ഹാജരാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. വിശദമായ തെളിവെടുപ്പിനായി രാഹുലിനെ ഒരാഴ്ചത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നു. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി കവർന്ന കേസിലും തന്ത്രി കണ്ഠരര് രാജീവരെ പ്രതി ചേർക്കാൻ വിജിലൻസ് കോടതി SITക്ക് അനുമതി നൽകി. തന്ത്രിയെ ജയിലിലെത്തി ഈ കേസിൽ അറസ്റ്റ് ചെയ്യാനും കോടതി അനുമതി നൽകിയിട്ടുണ്ട്. നേരത്തെ കട്ടിളപ്പാളി കേസിലും തന്ത്രിയെ പ്രതി ചേർത്തിരുന്നു. സ്വർണ്ണപ്പാളി ചെമ്പാക്കി മാറ്റിയ മഹസറിലും ഒപ്പിട്ടതുവഴി തന്ത്രിക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് SITയുടെ കണ്ടെത്തൽ. ജഡ്ജി ഹണി M വർഗീസ് പറഞ്ഞത് കളവും വാസ്തവവിരുദ്ധവുമായ കാര്യമാണെന്നും തന്നെ അപകീർത്തിപ്പെടുത്തുകയാണെന്നും ആരോപിച്ച് നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയുടെ അഭിഭാഷക TB മിനി 1.5 വർഷക്കാലം താൻ ട്രയൽ കോടതിയിൽ ഉണ്ടായിരുന്നുവെന്നും ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ജഡ്ജി ഒരു വക്കീലിനെ കോടതി മുറിയിൽ അവരില്ലാത്ത സമയത്ത് പത്രക്കാരുടെ സാന്നിധ്യം ഉറപ്പുവരുത്തി കളവ് പറഞ്ഞതെന്നും TB മിനി പറഞ്ഞു. ഗാസയിൽ ഒക്ടോബർ ആദ്യം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷവും 100-ലധികം കുട്ടികൾ കൊല്ലപ്പെട്ടതായി UNICEF വക്താവ് ജെയിംസ് എൽഡർ വ്യക്തമാക്കി. ഗാസയിൽ നിന്നുള്ള വീഡിയോ ലിങ്ക് വഴി UN മാധ്യമ സമ്മേളനത്തിലാണ് അദ്ദേഹം ഈ കണക്കുകൾ പുറത്തുവിട്ടത്. കാനഡയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ കവർച്ചാ കേസായ പ്രൊജക്ട് 24-ൽ മുഖ്യ പ്രതികളിലൊരാളായ അൽസലാൻ ചൗധരി പിടിയിൽ. ടൊറന്റോ പിയേഴ്സൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഏകദേശം 166 കോടി രൂപ മൂല്യം വരുന്ന സ്വർണം പിടികൂടിയത്. ദുബായിൽ നിന്ന് ടൊറന്റോ വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് പ്രതി അറസ്റ്റിലായത്. കേരളത്തിൽ സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. ഇന്ന് പവന് 280 രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണ്ണവില പുതിയ ഉയരം കുറിച്ചത്. ഡിസംബർ 27-ന് രേഖപ്പെടുത്തിയ 1,04,440 രൂപ എന്ന റെക്കോർഡാണ് മാറിയത്. 1,04,520 രൂപയായാണ് സ്വർണ്ണവില ഉയർന്നത്. ഗ്രാമിന് ആനുപാതികമായി 35 രൂപയാണ് വർദ്ധിച്ചത്. 13,065 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ജനൈകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനൈകം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.